പിന്നെ നിങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങള് ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോ ഞാൻ എന്താ പൈസ വാങ്ങി അതെന്താ അതാരാ പറഞ്ഞു? അല്ല അത് പിന്നെ പല ഭാഗത്തും കഴിയും. ആളുകളെ വൈമുടി കെട്ടാൻ പൊതുജനങ്ങളെ വൈമുടി കെട്ടാൻ നമ്മളെ ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെ എന്റെ നമ്പർ എങ്ങനെ കിട്ടിയത്? ഞാൻ പിന്നെ നിങ്ങളെ ഞാൻ കുറെ കാലമായിട്ട് വ്യക്തിബന്ധങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് ഇവിടെ നമ്മളെ പുന്നക്കാട് ഒരു ദർസിലാണ് ഞാൻ പഠിച്ചത്. പുന്നക്കാട് മേലാറ്റൂർ ദർസിലാണ് പഠിച്ചത്. അന്നുപോലെ ഞാൻ എന്തുണ്ട് ബന്ധങ്ങൾ അതോ ഞങ്ങളെ കണ്ടു ബന്ധം ഇല്ലെങ്കിലും അത് നിങ്ങളെ ഞാൻ ഒരു രാഷ്ട്രീയ ബന്ധമൊന്നുമല്ല. ഫസ്റ്റ് കാരണം സുഡാപ്പി നിങ്ങൾക്ക് എന്താ എനിക്ക് ശരിക്കും ഞാൻ സുഡാപ്പിയാണെന്ന് അറിയാം. ശരിക്കറിയാം. പക്ഷെ വ്യക്തിബന്ധങ്ങളൊക്കെ ഞാനും എന്താണ് സുഹൃത്താണല്ലോ. ആ നിലക്ക് ഞങ്ങളെ വിളിച്ച് എന്താക്കിയത് ബന്ധപ്പെടുക. അല്ലാതെ ഇനിയിപ്പോ സുഡാപ്പി രക്ഷയുള്ളൂ. ചിലപ്പോ നാളെ നിങ്ങളോട് പറയും നിങ്ങള് സുഡാപ്പിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതാ പറഞ്ഞ രണ്ടും ഫോൺ കോൾ എനിക്ക് വന്നു. സുഡാപ്പികളെ വിളിച്ചാണല്ലോ നിങ്ങൾ വീഡിയോ ചെയ്യിച്ചത് എന്നുള്ളൊരു ഇതിലെന്താ അറിയോ, ഇപ്പൊ ഞമ്മക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും, ഞമ്മക്ക് മതം ഉണ്ടാവും. ഇപ്പൊ എന്റെ മതവും എന്റെ രാഷ്ട്രീയവും ഞാൻ ഏത് സംഘടന സുന്നി ആശയക്കാരനാണെന്നൊക്കെ ഞാൻ എന്റെ പൊതു പ്ലാറ്റ്ഫോമിൽ തുറന്നു പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് വിചാരിച്ച് ഒരു സമൂഹത്തിലൊരു പ്രയാസം നടക്കുമ്പോ നമുക്കതിന് മുഖം തിരിച്ചു പോകാൻ പറ്റും? അല്ല, ഇത് തിരിക്കാൻ പറ്റൂല. നമ്മൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളും ആശയവിയോജിപ്പുകളും അത് വേറെയാണ്. ആശയവിയോജിപ്പുകളെ നമുക്ക് മാന്യമായി ഇങ്ങോട്ട് അവതരിപ്പിക്കാം. വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ലാത്ത ഒന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാ. ഞാൻ ഇപ്പൊ ഇന്നലെ നിങ്ങള് എന്നെ വിളിക്കുമ്പോ നിങ്ങൾ ഏതാ പാർട്ടി അങ്ങനെ ചോദിച്ചോ? ഇല്ല, അത് എന്റെ വിഷയമല്ല. ഇനി അതും പറട്ടെ, നിങ്ങൾ വിളിക്കാണ്ടായ കാരണം എന്റെ ഉസ്താദ് പുന്നക്കാട്ടുകാരനാണ്. കരവരെ കൊണ്ട് പുന്നക്കാട് ഉസ്താദ് പിന്നെ യാത്രയായിട്ട് ബന്ധപ്പെട്ടവൻ ചോദിച്ചു എന്നോട്. പുസ്തകങ്ങൾ നല്ല പരിചയമുണ്ട്, നല്ല പരിചയം ഉണ്ടല്ലോ, അന്നരക്കാ ചോദിച്ചു. അന്നരക്കെ ഞങ്ങളെ വിളിച്ചും ബന്ധപ്പെട്ടു. അന്നരക്ക അപ്പൊ നമുക്കും തന്നെ അത് കണ്ടപ്പോ പ്രയാസം തോന്നി. ഞാൻ പറട്ടെ, കാരണം എനിക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ മുസ്ലിം ലീഗാണ്. കാരണം ഈ പുത്തുമല ദുരന്തം ഉണ്ടായ അന്ന് മുതൽ കുടുംബത്തിരുത്തുന്ന വരെ മുന്നിൽ രാഷ്ട്രീയ പാർട്ടി ലീഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും നിലക്ക് എത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ആശയപരമായി പല കാര്യങ്ങളിലും മുസ്ലിം ലീഗിന്റെ ആശയത്തോട് വിയോജിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. അത് രാഷ്ട്രീയ, പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശത്രുവൊന്നുമല്ല. അതായത് ആശയ വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കാർ ലീഗിൽ തന്നെ ആശയ വ്യതിയാനം. ഇപ്പൊ നമുക്കറിയാലോ, പിന്നെ എന്താണ് ഇഞ്ഞിടക്ക് സജറ വിളിക്കും, ചിലപ്പോ ഞാൻ സുഹാബി ആക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ എനിക്ക് രാഷ്ട്രീയം ഉണ്ട്, എന്റെ മതം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്റെ മതം മറച്ചു വെക്കാം, എന്റെ രാഷ്ട്രീയം മറച്ചു വെക്കാം, എന്റെ പിന്നെ ഞാൻ സുന്നി എന്ന ആശയത്തെ എനിക്ക് മറച്ചു വെക്കാം. പക്ഷെ നമ്മൾ പുൽകുന്ന ആശയത്തെ നമ്മൾ ഇതിനെ മറച്ചു വെക്കണം, അതിന്റെ ആവശ്യം ഇല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി. എനിക്ക് ഒന്നും രണ്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഈ പിന്നെ ഇപ്പൊ നിങ്ങൾ മുസ്ലിം ലീഗ് ആയി എന്നുള്ളത്, അതല്ലെങ്കിൽ പിന്നെ സമസ്തക്കാരനായി എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം. നിങ്ങളെ തല്ലിയതും നിങ്ങളെ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആൾ തന്നെയാണ്, അതേപോലെ തന്നെ തല്ലുകൊണ്ട ഇങ്ങളും ഇത് തന്നെ. പക്ഷെ നിങ്ങളെ തല്ലുന്നത് കണ്ടപ്പോ പൊതുസമൂഹത്തിൽ ഉണ്ടായ ഒരു പ്രയാസമാണ്. ഇത് പറയാ, ഒരു വിറ്റ് പറയാ, എന്റെ കുടുംബക്കാരെ എന്നോട് പറഞ്ഞ അറിയോ, ഈ ലീഗാരനാണ് ഈ വടിപുറത്ത് അടി വാങ്ങി, ഈ ലീഗാരനാണ്, ലീഗാരനെ തല്ലി. അതായത് പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തെ സ്ഥാപനങ്ങളിലേക്ക് ഇടപെടുത്താൻ വേണ്ടിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ സ്ഥാപനവുമായി ഒരുപാട് ബന്ധപ്പെട്ട ആളാണ് ഞാൻ, ഒരുപാട് ബന്ധപ്പെട്ടാണ്. അപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് വിചാരിച്ച് അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ചെയ്യണല്ലോ, ചില വ്യക്തികൾ, പ്രാദേശിക വ്യക്തികൾ ചെയ്യുന്ന വളരെ മോശപ്പെട്ട അഥവാ സ്ഥാപനത്തിന്റെ വഴിക്ക് പോകണം. പിന്നെ അതിന് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമുക്കിപ്പോ എനിക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയത്തിലൂടെ എന്റെ മഹലിലെ സ്ഥാപനങ്ങൾക്ക് എനിക്ക് എന്തും നേടിക്കൊടുക്കാൻ കഴിയും. മനസ്സിലായോ? അവിടെ പോയി കണ്ട് സ്കൂൾ വെച്ചാനല്ല ഞാൻ നോക്കേണ്ടത്. തമ്മ് തെറ്റിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറി കൂടി എന്നിട്ട് എന്റെ പിന്നെ STPI ആശയം അതിന്റെ ഉള്ളിൽ കൊണ്ടേ. രാഷ്ട്രീയത്തിനൊക്കെ ഒരുപാട് പ്രതലങ്ങൾ ഇന്ത്യ രാജ്യത്ത് വ്യാപിച്ച് കിടക്കുന്നു. ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി ഇങ്ങനെ ഈ മഹല്ലിനെയും സ്ഥാപനങ്ങളിലേക്കും ചുരുങ്ങുന്നോണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരിക. അത് മുസ്ലിം ലീഗിന്റെ പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നം. ആ വ്യക്തികളുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതന്നെയാണ് ഞങ്ങളെ ലോകം, ഇതന്നെയാണ് ഞങ്ങളെ പണി, ഞങ്ങളെ രാഷ്ട്രീയം ഇങ്ങനെയാണ് വിനിയോഗിക്കാന്ന് ഒരാളെ തീരുമാനിച്ചാൽ പിന്നെന്താ കാട്ടുക? ഒന്നും ചെയ്യാനില്ല. അപ്പോ
ഇത് പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു അപകടകരമായ സംഭവമാണ് നമ്മൾ പലരും പറയലുണ്ട്. ഏതായാലും ഇപ്പൊ ഇന്നത്തെ സംഭവം അതാണ്. അതായത് നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ മൂപ്പരെ അടിച്ചു, എന്നിട്ട് ഇപ്പൊ കേസായിട്ട് പോവാണ്. അപ്പോ ഇനിയിപ്പോ എന്താ, ആ സ്ഥാപനത്തിൽ തന്നെ തുടരുകയാണ്. ജനങ്ങളെന്താ പറഞ്ഞത്? അവിടുത്തെ ആളുകളൊക്കെ വന്നാ അങ്ങനെ വകരമല്ലേ? അല്ല, വകര് എന്താ ആൾക്കാർ പറഞ്ഞത്? നിങ്ങളെ തല്ലിയ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഞാൻ പൊതുവെ ആളുകൾ പൊതുവെ എനിക്ക് സപ്പോർട്ട് ഉള്ളത് നാട്ടിൽ പ്രതികരണം. ഞാൻ നാട്ടുകാരൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രതികരണം അറിയാലോ, പ്രതികരണം അറിയില്ലല്ലോ. ഞാൻ നാട്ടിൽ വ്യക്തിബന്ധമല്ല ആളല്ല. നിങ്ങൾ ശരിക്കും ഏത് നാട്ടുകാരനാ? എന്റെ വീട് സുൽത്താൻ ബത്തേരി കുപ്പാടി എന്ന സ്ഥലത്ത്. കുപ്പാടി അഥവാ ബത്തേരി 2 കിലോമീറ്റർ. വീട്ടില് പിന്നെ കുട്ടികൾ ഇത് കണ്ടപ്പോ മനസ്സിൽ എന്തായാലും പ്രശ്നം ഉണ്ടാവുമല്ലോ. ആ നിലക്കാണ് വൈഫും കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഉമ്മണ്ട് ഉപ്പുണ്ട്. ആ നിലക്കാണ് ഉണ്ടാകുന്നത്. കാരണം സംഭവിച്ച അന്ന് തന്നെ രാത്രി കുടുംബങ്ങള് പിന്നെ എനിക്കറിയാലോ എന്തായാലും. ശരിക്കും ദാരിമി അല്ലെങ്കിൽ ദാരിമി ബിരുദൊക്കെ എത്ര കൊല്ലം പഠിക്കണം? ഞാന് ഇവിടെ മേലാറ്റൂര് പറഞ്ഞ മേലാറ്റൂര് എത്ര വർഷം പഠിച്ചു? മേലാറ്റൂര് ഞാൻ 10 വർഷം. 10 വർഷം ഇങ്ങനെയൊക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇപ്പൊ ഈ അടി ഒക്കെ അതൊക്കെ ഒരു അള്ളാന്റെ ഒരു പരീക്ഷണാക്കി കൂട്ടിയാൽ മതി. അതൊക്കെ ഒരു ഹൈർ ഉണ്ടാവും. അതില് നമ്മൾ ക്ഷമിച്ചാൽ അതിലൊരു കൂലി ഉണ്ടാവും. അതാണ് നമ്മളെ വിശ്വാസത്തിൽ ഉണ്ടാക്കിയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ ചേർന്ന് ഒക്കെ റാഹത്താട്ടെ. നിയമപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ നിങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കാം. അല്ല, കുഴപ്പമില്ല. നിങ്ങൾ തീരുമാനിച്ച് റെഡിയാക്കാം. എനിക്ക് കണ്ടമാനം കോള് വന്നു. ഇനിയിപ്പോ ലാസ്റ്റ് വഴി സുഡാപ്പി മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ഒരു വഴിയുള്ളൂ. ഇപ്പൊ നിങ്ങളിവിടെ വന്നപ്പോ നിങ്ങളിവിടെ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇന്നൊരാള് ഇതൊരു വ്യക്തിവിരോധം തീർക്കുന്ന ഒരാളല്ല. ഞാൻ ഇന്ന് വരെ ആരെയും അധിക്ഷേപിക്കൂല. ഒന്നാമത് ഈ തെറി പറയാ അങ്ങനെയൊന്നും എന്റെ പണിയല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ആർക്കും വരാം, ഏത് മുസ്ലിം ലീഗുകാരനും വരാം, ഏത് CPM-കാരനും വരാം. സംഘപരിവാര ഫാസിസം അല്ലാത്ത ഏത് ആശയത്തോടും എനിക്ക് ഇവിടെ കയറി വന്നാൽ ഞാൻ അവരോട് വളരെ പിന്നെ ഐക്യത്തോടും അവർക്ക് പറയാൻ. ഇപ്പൊ ഇങ്ങളെ അടിച്ച ആളുണ്ടല്ലോ, പിന്നെ മറ്റേ സഹോദരൻ, അപ്പൊ അയാള് വന്നിട്ട് അയാൾ എന്നോട് കുറെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതും ഇതേപോലെ കേൾക്കേണ്ടി വരും. ഞാൻ അയാളെ എന്റെ ജീവിതത്തിൽ അയാൾ എന്നോടൊന്നും ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങളും എന്നോടൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് നിങ്ങളൊന്നും തന്നിട്ടില്ല, ഞാനൊന്നും അങ്ങോട്ടും തരാനില്ല. നമ്മളിവിടെ വന്നു, പിന്നെ ഇവിടെ നിങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ടു. കാരണം അത്രത്തോളം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇന്നലെ പറഞ്ഞൊരു വിഷയത്തിലാണ് പിന്നെ നമ്മളിവിടെ സംസാരിച്ചത്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, യാസർ ആരാ പിന്നെ സുഡാപ്പി എന്നല്ല ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു, യാസർ ആരാ ഇവിടുത്തെ പോലീസ് സംവിധാനമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല, നമ്മളൊക്കെ സർവ്വസാധാരണക്കാരാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മളത് സംസാരിക്കുന്നു, സമൂഹം അത് വിലയിരുത്തട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പിന്നെ മനസ്സൊന്നും പ്രയാസപ്പെടാതെ മുന്നോട്ട് പോവുക. ഇതൊക്കെ ഒരു പരീക്ഷയാണെന്ന് കരുതുക. എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കുക. എപ്പോഴും നമ്മൾ സത്യങ്ങളോടൊപ്പം നിൽക്കുക. അപ്പൊ സത്യങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അതിനൊരു മനസ്സൊരു വിശാലമാകട്ടെ. മറ്റേത് നമ്മൾ തിന്മയോടും അനീതിയോടും നിൽക്കുമ്പോൾ ഒരു കാരമുള്ള ഹൃദയത്തിൽ തറച്ച വേദന ഉണ്ടാവും നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അതിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. ബാക്കിയൊക്കെ പഠിച്ച നിങ്ങൾ ദ്വാർക്കണം.